വെൽക്കം ടു ദൻ മലയാളം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദൻ മലയാളത്തിലൂടെ കമ്മോഡിറ്റി ട്രേഡിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കമ്മോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് നിങ്ങൾക്ക് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് നമ്മൾ കമ്മോഡിറ്റി ട്രേഡിംഗ്, എന്തൊക്കെ തരം കമ്മോഡിറ്റി, എന്താണ് കമ്മോഡിറ്റി ട്രേഡിംഗ്, എന്തൊക്കെ തരം കമ്മോഡിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാം, കമ്മോഡിറ്റി ട്രേഡിങ്സിൽ ഏതൊക്കെ തരം ടൈപ്സ് ഓഫ് കമ്മോഡിറ്റി ട്രേഡിങ്സ് ലൈക്ക് ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വാട്ട് ഈസ് കമ്മോഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റി ട്രേഡിങ്ങിൽ ഏതൊക്കെ കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന് 4 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. കമ്മോഡിറ്റീസിൻ്റെ 4 തരം കമ്മോഡിറ്റീസ്. ഒന്ന് ബുല്ലിയൻസ് എന്ന് പറയും. ബുല്ലിയൻ എന്ന് പറയുന്നത് 2 ഐറ്റംസ്. ബുല്ലിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് നമുക്ക് ഒരു ലഡു പൊട്ടുന്ന പോലെ നമുക്ക് മനസ്സിലുണ്ടാവും, ലൈക്ക് ഗോൾഡ്, സിൽവർ. സോ ബുള്ളിയൻസ് എന്ന് പറയുമ്പോൾ ഗോൾഡ്, സിൽവർ. ഇനിയൊരു ടൈപ്പ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബേസ് മെറ്റൽ എന്ന് പറയും. ബേസ് മെറ്റൽസിൽ എന്തൊക്കെ വരാം? അലുമിനിയം, കോപ്പർ, നിക്കൽ, ലെഡ്, സിൽവർ. അലുമിനിയം, കോപ്പർ, സിൽവർ, ലെഡ് മുതലായ മെറ്റൽസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന സെഗ്മെന്റിൽ വരും. ഇനി ഒന്നുള്ളത് എനർജി സെക്ടറാണ്. എനർജി സെഗ്മെന്റ്സിൽ എന്തൊക്കെ വരാം? ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, എനർജി എന്ന് പറയുമ്പോൾ ക്രൂഡ് ഓയിൽ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ക്രൂഡ് ഓയിൽ, പിന്നെ നാച്ചുറൽ ഗ്യാസ്. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് മുതലായ കാര്യങ്ങളൊക്കെ എനർജി സെഗ്മെന്റിൽ വരും. പിന്നെയുള്ളത് അഗ്രികൾച്ചർ സെഗ്മെന്റ്. നമുക്ക് എന്താ ചെയ്യുക? കമ്മോഡിറ്റി ട്രേഡ്സ് നടത്താം. നമ്മൾ കോട്ടൺ ഒരു കമ്മോഡിറ്റിയാണ്. പാം ഓയിൽ കമ്മോഡിറ്റി ട്രേഡിംഗ് സെഗ്മെന്റിൽ വരുന്നതാണ്, പാം ഓയിൽ. സോ ഇത്തരം കമ്മോഡിറ്റീസ് ഒക്കെ നമുക്ക് കമ്മോഡിറ്റി സെഗ്മെന്റിനുള്ളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ ശരിക്കും നമ്മൾ വാങ്ങി വിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ പ്രോഡക്റ്റിനെ ഒന്നും നേരിട്ട് കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ട്രേഡിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. സോ അത് നമുക്ക് 2 രീതിയിൽ ട്രേഡ് ചെയ്യാം. ഒന്ന് ഫ്യൂച്ചേഴ്സ് ആയിട്ട് ട്രേഡ് ചെയ്യാം, ഇനി ഒന്ന് ഓപ്ഷൻസ് ആയിട്ട് ട്രേഡ് ചെയ്യാം. സോ ഇത്തരം ട്രേഡ്സ് നമുക്ക് എങ്ങനെ നമ്മുടെ ദൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ്. ദൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമുക്ക് ദൻ വെബ് വഴിയും വർക്ക് ചെയ്യാം. ദന്നിൻ്റെ തന്നെ എന്താ പറയുക, ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. സോ അതെങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. സോ ലെറ്റ്സ് ബിഗിൻ അവർ ദൻ കമ്മോഡിറ്റി ട്രേഡിംഗ് സെഗ്മെന്റ്. സോ കമ്മോഡിറ്റി ട്രേഡിങ്ങിന് അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ദൻ വെബ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. ദൻ വെബ് പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്, ETF, ഫ്യൂച്ചേഴ്സ്, കമ്മോഡിറ്റീസ് ആൻഡ് റെന്റ് സ്റ്റോക്സ്. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കമ്മോഡിറ്റീസ് നമ്മൾ പ്രസ് ചെയ്യുക. ലൈക്ക് കമ്മോഡിറ്റി നമ്മൾ സെലക്ട് ചെയ്യുന്ന ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കമ്മോഡിറ്റീസ് അവിടെ വന്നു കഴിഞ്ഞു കേട്ടോ. കമ്മോഡിറ്റീസ് വന്നു കഴിയുമ്പോൾ നാച്ചുറലി നിങ്ങൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും? എവിടെയായിരിക്കും? ഈ ഒരു സെഗ്മെന്റ് ആയിരിക്കും കാണാൻ കഴിയുക. അതായത് കമ്മോഡിറ്റിയിലെ ഓപ്ഷൻസും ഉണ്ടാവും, ഫ്യൂച്ചേഴ്സും ഉണ്ടാവും. നമുക്കിപ്പോൾ ആദ്യം ഓപ്ഷൻസിനെ പറ്റി പരിചയപ്പെടാം, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ്. ഇതിൽ നോക്കുന്നതാണെങ്കിൽ ഓപ്ഷൻസ് നോക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മോഡിറ്റി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബെറ്റർ നിങ്ങൾ ആദ്യം ഫ്യൂച്ചേഴ്സിലേക്ക് വരും. കാരണം ഫ്യൂച്ചേഴ്സ് നമുക്ക് ഈക്വലൻ ടു നമ്മൾ എന്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, സ്റ്റോക്ക് ഫ്യൂച്ചർ പോലെ തന്നെ നമ്മൾക്ക് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സിനെ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഈ മേളിലത്തെ ഈ ഒരു ഡ്രാഗ് ആരോ ഉണ്ട്. ആ ആരോ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫ്യൂച്ചേഴ്സ് വരും. ഡ്രോയർ ഉള്ളിൽ നിന്നും ഫ്യൂച്ചേഴ്സ് പുറത്തേക്ക് വരും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഫ്യൂച്ചേഴ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അലുമിനിയം നവംബർ ഫ്യൂച്ചർ, അലുമിനിയം എന്താ പറയുക, അലുമിനി നവംബർ ഫ്യൂച്ചർ ഉണ്ട്, അലുമിനിയം നവംബർ ഫ്യൂച്ചർ. അലുമിനിയത്തിൻ്റെ തന്നെ മിനി കോൺട്രാക്ട് ഉണ്ട്, അലുമിനിയത്തിൻ്റെ ഹോൾ കോൺട്രാക്റ്റും ഉണ്ട്. ദെൻ അടുത്ത കാർഡമൻ നോക്കൂ. കാർഡമൻ ഒരു അഗ്രികൾച്ചർ കമ്മോഡിറ്റി ആയിട്ട് നമുക്ക് അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നവംബർ കൊടുത്തിട്ടുണ്ട്, പിന്നെ കോപ്പർ കൊടുത്തിട്ടുണ്ട്, കോട്ടൺ കൊടുത്തിട്ടുണ്ട്, കോട്ടണിൽ തന്നെ കോട്ടൺ ഓയിൽ, പിന്നെ ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമുക്ക് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കാണാൻ പറ്റും. അതിൽ തന്നെ ഗോൾഡ് നോക്കൂ. ഗോൾഡിൽ ഏതൊക്കെ തരം ഗോൾഡാണ്? ഗോൾഡ് എം എന്ന് കണ്ടോ? ഗോൾഡ് എം എന്ന് കാണാൻ കഴിയുന്നുണ്ട്, ഗോൾഡ് പെറ്റൽസ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, ഗോൾഡ് 10 എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് ഗോൾഡിനെ തന്നെ നമുക്ക് ഈ പറയുന്ന സേ ഫോർ എക്സാമ്പിൾ ക്രൂഡ് ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്രൂഡ് ഓയിലും കാണാം, ക്രൂഡ് ഓയിൽ എം എന്നും കാണാൻ പറ്റും. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട്. അതായത് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഫ്യൂച്ചേഴ്സിൽ പോവുകയാണെങ്കിൽ അത് 100 ബാരലായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്ന വലിയ ക്വാണ്ടിറ്റീസിൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും നമുക്ക് അതനുസരിച്ചിട്ട് ബിഗർ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. പക്ഷെ ചെറിയ ക്യാപിറ്റൽ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ എന്താണ്? ക്രൂഡ് ഓയിൽ മിനി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ക്രൂഡ് ഓയിൽ മിനി എന്ന് പറയുന്നത് 10 ബാരൽസിന്റെ ബേസിസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ക്രൂഡ് ഓയിലിൽ തന്നെ 100 ബാരൽസിലുള്ള ട്രേഡ് ഉണ്ട്, ക്രൂഡ് ഓയിലിൽ
മിനി ആയിട്ടുള്ള 10 ബാരൽസിൽ ട്രേഡ് ചെയ്യാം. ലൈക്ക് ദ സെയിം വേ ഗോൾഡിനും അതേമാതിരി നമ്മൾക്ക് എന്താ പറയുക, ഗോൾഡ് ഫുള്ളായിട്ട് നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാം, ഗോൾഡ് മിനി ആയിട്ട് ട്രേഡ് ചെയ്യാം, ഗോൾഡിന് ഈവൻ ഗ്രാംസ് വൈസ് നമുക്ക് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം, പെറ്റൽസ് ആയിട്ടും വളരെ കാരണം ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഗോൾഡിലേക്ക് കൂടുതൽ ട്രേഡേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്പ്ലിറ്റ് ഒക്കെ നടക്കുന്നത്. പക്ഷേ ജനറലി അതിന്റെ പ്രൈസ് വേരിയേഷൻസ് വരുമ്പോൾ അതിപ്പോൾ ഗോൾഡ് ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, ഏതൊക്കെയാണെങ്കിലും സ്പ്ലിറ്റ് വരുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രം ആനുപാതികമായിട്ടുള്ള റിട്ടേൺസ് നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് അത് നമുക്ക് ഉറപ്പുവരുത്തും. കാരണം അത് സെയിം ആയിരിക്കും. ഗോൾഡ് മുന്നേറുകയാണെങ്കിൽ നമ്മൾ ഗോൾഡ് മിനി ആയിക്കോട്ടെ, ഗോൾഡിലെ ഒറിജിനൽ ഹെവി ലോട്ട് ആയിക്കോട്ടെ, സ്മോൾ ലോട്ട് ആയിക്കോട്ടെ, അതെല്ലാത്തിനും ആ ഒരു ഇൻക്രിമെന്റ് ഉണ്ടായിരിക്കും. താഴ്പോട്ടേക്കാണെങ്കിൽ സെയിം നെഗറ്റിവിറ്റി നമുക്ക് എല്ലാറ്റിലും നമുക്ക് കാണാൻ കഴിയും. ഇത്രേ വ്യത്യാസമുള്ളൂ. സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ യൂസേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അതൊരു കാര്യം. ഇനി ഇതിന് നമുക്ക് നമുക്ക് ഇതിന്റെ വാച്ച് ലിസ്റ്റിലാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കൂ. ഞാനിപ്പോൾ ഫസ്റ്റ് അലുമിനിയം തന്നെ എടുക്കാം. അലുമിനിയം നവംബർ. എനിക്ക് അലുമിനിയത്തിന്റെ മൂവ്മെന്റ്സ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അലുമിനിയത്തിന് വരുമ്പോൾ തന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് ബൈ കൊടുക്കാം, ഇവിടെ നിന്നിട്ട് നമുക്ക് സെല്ല് ചെയ്ത് വെക്കണം. ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം ബൈയും സെല്ലും നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇവിടെ നിന്ന് തന്നെ ആ ഓപ്ഷൻസ് ഉണ്ട്. ഇനി മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്? ചാർട്ട്, ഫുൾ സ്ക്രീൻ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നെങ്കിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം, ബാസ്ക്കറ്റിൽ ആഡ് ചെയ്യാം, 4 hour ഓർഡർ കൊടുക്കാം, അലേർട്ട് കൊടുക്കാം. പിന്നെ SIP ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്കിപ്പോൾ ഇതിനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അലുമിനിയം ഞാൻ ഇവിടെ നിന്ന് മോർ ക്ലിക്ക് ചെയ്തിട്ട് വാച്ച് ലിസ്റ്റ് കൊടുത്തിട്ട് ഫസ്റ്റ് വാച്ച് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി അത് വാച്ച് ലിസ്റ്റിൽ നേരെ നമുക്ക് അലുമിനിയത്തിന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് വൺ തിങ്. നമ്മൾ എന്നിട്ട് അതിനെ ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. വാച്ച് ലിസ്റ്റ് 1, വാച്ച് ലിസ്റ്റ് 2, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ വ്യൂ ചെയ്ത് വെക്കാം. സോ അടുത്തത് നമുക്ക് എന്താണ് ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ അറിയാൻ pറ്റും? ഇത് ഏത് എക്സ്പയറി ആണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഫ്യൂച്ചേഴ്സിൽ എടുക്കുന്നത് നവംബർ. ഇതിപ്പോൾ മൊത്തം ഫ്യൂച്ചേഴ്സിന് അതിപ്പം ഈക്വിറ്റി ആണെങ്കിലും ശരി, കമ്മോഡിറ്റീസിനാണെങ്കിലും ശരി, എത്ര ഫ്യൂച്ചേഴ്സ് ഉണ്ടായിരിക്കും? 3 ഫ്യൂച്ചേഴ്സ് ഉണ്ടായിരിക്കും. കറണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്. ഇപ്പൊ കറണ്ട് മന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നവംബറിൽ നിൽക്കുന്നു. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഫ്യൂച്ചേഴ്സിന്റെ എക്സ്പയറി നോക്കൂ, നവംബറിൽ ഇവിടെ കാണിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നവംബർ സീരീസ് ഉണ്ട്, ഡിസംബർ സീരീസ് ഉണ്ട്, ജനുവരി സീരീസ് ഉണ്ട്. കണ്ടോ? അപ്പോൾ ഈ 3 സീരീസ്. അപ്പോൾ എന്തുകൊണ്ടാണ് കറണ്ട് മന്ത് എന്ന് പറഞ്ഞാൽ നവംബർ മന്ത്, നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ഡിസംബർ മന്ത്, ഫാർ മന്ത് എന്ന് പറഞ്ഞാൽ ജനുവരി മന്ത്. ജനുവരി മന്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു ട്രേഡിലേക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ജാനുവരി വരെ നിങ്ങൾക്ക് ഈ അലുമിനിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു, അലുമിനിയം എന്നല്ല, ഈ ഫ്യൂച്ചേഴ്സിലുള്ള ഏത് കോൺട്രാക്റ്റ് ആണെങ്കിലും നിങ്ങൾ ജനുവരി ഫ്യൂച്ചറിലാണ് നിങ്ങൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ അപ് ടു ജാനുവരി എക്സ്പയറി വരെ അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് അതിനുള്ളിൽ പ്രോഫിറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അതുവരെ അതിനുശേഷമേ സെല് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഏത് കോൺട്രാക്റ്റിൽ എപ്പോൾ ഇന്ന് നിങ്ങൾ ഫ്യൂച്ചേഴ്സ് വാങ്ങിയിട്ട് അടുത്ത നിമിഷം 5 minutes കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ്ലി നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഏത് കോൺട്രാക്ട് വേണമെങ്കിലും സ്വീകരിക്കാം, അപ് ടു 3 months വരെ ഉള്ളത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇനി ഇതെങ്ങനെ നമുക്കൊന്ന് ഓർഡേഴ്സിലേക്ക് പോകാൻ നോക്കാം. ഞാനിവിടെ ഇപ്പോൾ കോപ്പർ ഫ്യൂച്ചർ എടുത്തു, ജാനുവരി ഫ്യൂച്ചർ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ട്? കോപ്പറിന്റെ ഫ്യൂച്ചറിന് നോക്കൂ, ഒരു ലോട്ടിന് 2,37,000 രൂപ കാണിക്കുന്നു. ഏത് ഫ്യൂച്ചറാണ്? ജാനുവരി ഫ്യൂച്ചർ. ഇതുവരെ എനിക്ക് ജാനുവരി ഫ്യൂച്ചർ വേണ്ട, അപ്പോൾ കറണ്ട് മന്ത് ഫ്യൂച്ചർ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് ചെറിയ വേരിയേഷൻസ് എന്തായാലും പ്രൈസിൽ വരും. കോപ്പർ നവംബർ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് 2,34,000 രൂപ. ഓക്കെ, ഇനി ഇത് വേറൊരു വിഷയം. നമ്മൾ ഇക്വിറ്റിയും ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഒക്കെ ട്രേഡ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കമോഡിറ്റീസ് നമുക്ക് ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ട്രേഡിങ് ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യണോ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ചെയ്യാം, നോർമലിൽ ചെയ്യണോ നോർമലിൽ ചെയ്യാം. പിന്നെ മാർക്കറ്റ് ഓർഡേഴ്സ് ഏതൊക്കെ തരം ഓർഡേഴ്സ്? മാർക്കറ്റ്, ലിമിറ്റ്, ട്രിഗർ, സൂപ്പർ ഓർഡേഴ്സ്. ഇത്രയും രീതിയിൽ സൂപ്പർ ഓർഡർ നമുക്ക് ഈസി ആയിട്ട്, ഞാൻ സൂപ്പർ ഓർഡർ എന്താണെന്നും സൂപ്പർ ഓർഡർ എങ്ങനെ നമുക്ക് സൂപ്പർ ഓർഡേഴ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ
കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണണം. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. ട്രേഡിന് നിങ്ങൾക്ക് ഈവൻ ഏത് ഇൻസ്ട്രുമെന്റ് ട്രേഡ് ചെയ്യാനും അത് വളരെ ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ഇനി അടുത്തറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്, നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലോട്ട് പ്ലേസ് ചെയ്യാം. ഇൻസ്റ്റന്റ്ലി വായിച്ചെടുത്ത് നിങ്ങൾക്ക് ട്രേഡ് ബൈയോ സെല്ലോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡറോ മാർക്കറ്റ് ഓർഡറോ ട്രിഗർ ഓർഡറോ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കമ്മോഡിറ്റി ട്രേഡിങ്ങിന്റെ ടൈമിംഗ് ആണ്. നോർമലി നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എത്ര മണിക്കാണ്? 9:15 നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു അല്ലേ? 9:15 ടു എത്ര മണി വരെ? 3:30 ഈവനിങ് 3:30 വരെയാണ് നമ്മുടെ ട്രേഡിംഗ് ഡേയിൽ നമുക്ക് നോർമൽ ട്രേഡിംഗ് ഡേ ആയിട്ട് നമുക്ക് ട്രേഡിംഗ് അവേഴ്സ് ആയിട്ട് ഉള്ളത്. പക്ഷേ കമോഡിറ്റി ട്രേഡിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? രാവിലെ 9 o'clock മുതൽ വൈകുന്നേരം നൈറ്റ് 11:30 വരെ നമുക്ക് കണ്ടിന്യൂസ് ടൈമിംഗ് നമുക്ക് അവൈലബിൾ ആണ് MCX മാർക്കറ്റിൽ. MCX എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലൂടെ നമുക്ക് കമോഡിറ്റീസിനെ 9 o'clock മുതൽ 11:30 വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. നൈറ്റ് 11:30 വരെ നമുക്ക് കമോഡിറ്റീസ് ട്രേഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇനി ചില കേസസ് ഉണ്ട്, അതിൽ ഒരു 25 മിനിറ്റ്സ് കൂടി എക്സ്ട്രാ 11:55 വരെയൊക്കെ ട്രേഡ് ചെയ്യാം. ഡേ ലൈറ്റ് സേവിംഗ് എന്ന് പറയുന്നത് US ടൈമിങ്ങിലുള്ള ഒരു 6 months ഒരു ടൈമിംഗ്, അവിടുത്തെ ടൈം ചേഞ്ച് അനുസരിച്ചിട്ട് നമുക്ക് ഒരു 25 മിനിറ്റ്സ് കൂടെ അഡീഷണലി ചില സീസൺസിൽ നമുക്ക് 6 മാസം വരെ 11:55 വരെ ട്രേഡ് ചെയ്യാം. നോർമലി എത്രയാ? 11:30 വരെ, രാവിലെ 9 o'clock മുതൽ ഈവനിങ് 11:55 വരെ കമോഡിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാം ത്രൂ MCX, ത്രൂ ധനിന്റെ വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ധനിന്റെ ചാർട്ടിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇത് നമുക്ക് ഓർഡർ എക്സിക്യൂഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താണ്? ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻസിന് സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചേഴ്സിന് വിട്ടിട്ട് നേരെ ഇവിടെ വരിക OI ഗെയിനേഴ്സ്. അതും ഇതേമാതിരി നമുക്ക് ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസിന്റെ പ്രത്യേകത, ഫ്യൂച്ചേഴ്സ് അല്ല, ഓരോന്ന് ഇപ്പൊ നാച്ചുറൽ ഗ്യാസ് M എന്ന് കാണുന്നുണ്ടോ? നാച്ചുറൽ ഗ്യാസ് M എന്ന് ആദ്യത്തെ ഇത് കാണാം. അതെന്താണ്? നാച്ചുറൽ ഗ്യാസ് മിനി. അതിന് തന്നെ എന്തുണ്ട്? 360 നവംബർ 20th 360 പുട്ടെന്ന് കാണുന്നു. അതെന്താണ്? പുട്ട് ഓപ്ഷൻ. അപ്പോൾ ഓപ്ഷൻ ഗെയിനേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ പർട്ടിക്കുലർ സ്ട്രൈക്ക്, ഏതൊക്കെ സ്ട്രൈക്സിലാണ് കൂടുതൽ ട്രേഡ്സ് നടക്കുന്നത്, കൂടുതൽ ഗെയിൻ ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രൈസിന്റെ പ്രീമിയം ഗെയിൻ ആകുന്നു എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ OI ലൂസേഴ്സ് എന്താണ്? അതേമാതിരി തന്നെ ലൂസ് ചെയ്യുന്ന സ്ട്രൈക്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സിലാണ്? ഗോൾഡിൽ ലൂസ് ആവുന്നുണ്ട്, സിൽവറിൽ ലൂസ് ആവുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസ് ലോ ആകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ റീസെന്റ് ഇപ്പോൾ കുറച്ച് 3-4 ദിവസമായിട്ട് കുറച്ച് ഡൗണിലാണ് ഗോൾഡ് ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കാണാൻ കഴിയും. അടുത്തത് ടോപ്പ് വോളിയം റിലേറ്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇൻസ്റ്റന്റ്ലി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി ട്രേഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെ നിങ്ങൾക്ക് അടുത്ത് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ നിന്നും എങ്ങനെ, അതായത് ധനിന്റെ ചാർട്ടിലൂടെ നമുക്ക് എങ്ങനെ ട്രേഡ്, നമുക്ക് ഇതേ സാധനം നമുക്ക് ധനിന്റെ ചാർട്ടിലൂടെ എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിനെന്താ വേണ്ടത്? സിമ്പിൾ ആയിട്ട് നമ്മുടെ നേരെ പ്രൊഫൈലിലേക്ക് വരിക. പ്രൊഫൈലിൽ ട്രേഡ് ഓൺ ട്രേഡിംഗ് വ്യൂ ചാർട്ട്സ്, ഒന്നുകിൽ ട്രേഡിംഗ് വ്യൂ ചാർട്ട്സിൽ സെലക്ട് ചെയ്യുക, ചാർട്ടിൽ പോവുക. ചാർട്ടിൽ പോയിട്ട് അവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇതെന്താണ്, ഇത് നമ്മുടെ വാച്ച് ലിസ്റ്റ് നമുക്ക് വ്യൂ ചെയ്യുന്നതാണ്. വാച്ച് ലിസ്റ്റ് ഡ്രോയർ അകത്തേക്ക് ആക്കണമെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? MCX എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. MCX എന്ന് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി MCXന്റെ MCX സിമ്പലിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് എല്ലാം വരും. MCXന്റെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ നോക്കൂ, MCX മെറ്റൽ, MCX സിൽവർ, നാച്ചുറൽ ഗ്യാസ്, ഗോൾഡ് മിനി, ഗോൾഡ് ഓയിൽ മിനി, ഗോൾഡ് ഓയിൽ ഫ്യൂച്ചർ, പിന്നെ സിൽവർ ഫ്യൂച്ചേഴ്സ്. ഇനി ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾ നോക്കിയാൽ ഓളിൽ തന്നെ എവറി ഡീറ്റെയിൽസ്, ക്രൂഡ്, ഗോൾഡ്, സിങ്ക്, ഗോൾഡ് പെറ്റൽസ്, ഫ്യൂച്ചേഴ്സ്, എവറിത്തിങ് എല്ലാം മിക്സഡ് ആയിട്ട് നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഗോൾഡ് പെറ്റൽസ് എടുത്തു. ഗോൾഡ് പെറ്റൽസിന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അതിന്റെ ചാർട്ട് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട്, നമ്മളിവിടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് MCX നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എന്താ വരിക? മെറ്റൽ ഉണ്ട്, സിൽവർ ഉണ്ട്, നാച്ചുറൽ ഗ്യാസ്. നമുക്ക് നാച്ചുറൽ ഗ്യാസിന്റെ ഫ്യൂച്ചർ അറിയണോ? അതാ നോക്കൂ, നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ നല്ല ഹൈ, ഇതിപ്പോൾ 1 week ചാർട്ടാണ്.
ഡേ എന്ന് 1D എന്ന് കൊടുത്ത് നമുക്ക് നോക്കുമ്പോഴേക്കും ഡെയിലി ചാർട്ട് ടൈം ഫ്രെയിം അനുസരിച്ച് നമുക്ക് ചാർട്ട് മാറുന്നു. അതിൻ്റെ പ്രീമിയം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. ഇത് ഫ്യൂച്ചേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നില്ല. ഓപ്ഷൻ സ്ട്രൈക്ക് നമ്മൾ കൊടുക്കണം. നാച്ചുറൽ ഇപ്പോൾ ഓൾ കൊടുത്തിട്ട് നമുക്കിവിടെ ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് നോക്കാം. നാച്ചുറൽ ഗ്യാസ് MCX, ഇപ്പോൾ നാച്ചുറൽ ഗ്യാസ് ഫ്യൂച്ചേഴ്സ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നാച്ചുറൽ ഗ്യാസിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ താഴോട്ട് വരിക. താഴോട്ട് നമുക്ക് ഞാൻ നാച്ചുറൽ ഗ്യാസിൻ്റെ 345യുടെ ഒരു കോൾ ഓപ്ഷൻ ഇവിടെ കണ്ടു. എനിക്ക് അതിൻ്റെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താ വരിക, ഇവിടെ നാച്ചുറൽ ഗ്യാസിന്റെ ചാർട്ട് ഇവിടെ വരും, പ്രീമിയം ചാർട്ട് ഇവിടെ വരും. അത് 1 ഡേ ചാർട്ടിൽ നമുക്ക് കാണുന്നു. നമുക്ക് ലോവർ ടൈം ഫ്രെയിം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാം. പ്രീമിയം ഇപ്പോൾ എത്രയാണ്, 33 രൂപ പ്രീമിയത്തിൽ പോകുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെയിം ഓർഡർ പ്രോസസ്സ് ബൈ ഓർ സെല്ല് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും അതേ ഓർഡർ വിൻഡോ അവിടെ ഓപ്പൺ ആകും. ആ ഓർഡർ വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡിങ്ങിനാണോ, ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഇൻട്രാഡേ നോർമലിലേക്ക് കൊണ്ടുവരണോ, അപ്പോൾ അത് എക്സ്പയറി വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിന്റെ എന്താ പറയുക, ഓപ്ഷൻ ചെയിൻ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് ആണോ, അതിപ്പോൾ ഏത് സ്ട്രൈക്കിലാണ് അതിന്റെ ATM നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ നേരെ മേളിൽ ഇവിടെ മെനു ക്ലിക്ക് ചെയ്യുക. സോ നോക്കൂ, ഓപ്ഷൻ ചെയിൻ ഇവിടെ വന്നു. ഏതിന്റെയാണ് ഓപ്ഷൻ ചെയിൻ വന്നത്, നാച്ചുറൽ ഗ്യാസിന്റെ ഓപ്ഷൻ ചെയിൻ വന്നു. നാച്ചുറൽ ഗ്യാസിന്റെ ഓപ്ഷൻ ചെയിനിൽ ഇപ്പോൾ ATM പ്രൈസ് എത്രയാണ്, 365 രൂപ. ഇതാണ് ATM സ്ട്രൈക്ക് നിൽക്കുന്ന. ATM 365 നിൽക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ എന്താ പറയുക, ആ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ചാർട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ മണി വേണോ, ഇൻ ദ മണി, ഏത് ചാർട്ട്, ഞാനിപ്പോൾ 370യുടെ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യണം, കോൾ ഓപ്ഷന്റെ ചാർട്ട് എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ കോൾ ഓപ്ഷൻ ചാർട്ട് ഓപ്പൺ ആകും. ഇനി പുട്ട് ഓപ്ഷന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യണോ, പുട്ട് ഓപ്ഷൻ 360 അല്ലെങ്കിൽ ഇൻ ദ മണി ഓപ്ഷൻ ആയിട്ടുള്ള എനിക്ക് അതേ 370 എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണിയാണ്. ഞാനത് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് പുട്ട് ഓപ്ഷൻ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് നോക്കിയാൽ അറിയാം. MCX 370 പുട്ട് ഓപ്ഷൻ. വീണ്ടും നിങ്ങൾ ചാർട്ട് ഓപ്ഷൻ ചെയിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ സ്ക്രിപ്റ്റും സെലക്ട് ചെയ്യാം. MCXന്റെ തന്നെ നാച്ചുറൽ ഗ്യാസ് അല്ല, ഗോൾഡ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിന്റെ നമുക്ക് ഓപ്ഷൻ സമ്മറി ഉണ്ട്. MCXൽ ഓപ്ഷൻ സമ്മറി ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഗോൾഡിന്റെ ഇപ്പോഴത്തെ കറക്റ്റ് ആയിട്ടുള്ള ഗോൾഡ് MCX ഉണ്ട്. ഗോൾഡ് മിനി അടിക്കണോ, ഗോൾഡ് M എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് മിനി വരും. നിങ്ങൾക്ക് ഗോൾഡ് മിനി സമ്മറി അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് M തൊട്ട് താഴെ ഉണ്ടാവും, ഗോൾഡ് M അടിക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ഇപ്പോൾ ഗോൾഡ് മിനി ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. സോ നിങ്ങൾ ഇവിടെ ഇത് തന്നെ ഈ ഒരു ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗോൾഡിന്റെ ഡീറ്റെയിൽസ് മുഴുവനും ഇവിടെ വരും. ഗോൾഡ് M-ന്റെ ഓപ്ഷൻ സമ്മറി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണാൻ കഴിയും. നോക്കൂ, ഗോൾഡ് മിനിയുടെ സമ്മറിയാണ്. ചെറിയ തോതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ ഗോൾഡ് മിനി സമ്മറി. അതിന്റെ ഇപ്പോഴത്തെ ATM എത്രയാണ്, 1,19,991 ഉണ്ട്. അതിന്റെ ATM എത്രയാണ്, 1,19,900 ആണ്. അതിൽ നമുക്ക് ATM-ലൂടെ നമുക്ക് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് എത്രയാണ്, 3,365. അതിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യണോ, ചാർട്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് കോൾ വേണമെങ്കിൽ കോൾ എടുക്കാം. ഇപ്പോൾ ഡൗണിലാണെന്ന് നിങ്ങളുടെ വ്യൂ എങ്കിൽ പുട്ട് ഓപ്ഷൻ ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് 15 മിനിറ്റ്സ്, ഇതൊക്കെ വളരെ റീസെന്റ് ആഡഡ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചാർട്ട് കാണുന്നത്. നിങ്ങളത് 3 മിനിറ്റ്സിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇത് അറിയാൻ പറ്റും ചാർട്ട്സ് ഒക്കെ. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി ഓപ്ഷൻ ചെയ്യൽ ഗോൾഡിൽ നോക്കിക്കഴിഞ്ഞ് നോക്കൂ. ഇപ്പോൾ ഗോൾഡ് മിനി ആയതുകൊണ്ടാണ് ഗോൾഡ് എടുത്ത് വെച്ച് നോക്കൂ. ഗോൾഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സമ്മറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇത് എടുക്കാം. കോൾ ഓപ്ഷൻ ചാർട്ട് വ്യൂ ചെയ്യണമെങ്കിൽ കോൾ ഓപ്ഷൻ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡിന്റെ ചാർട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നു, മാർക്കറ്റ് ഓഫ് ആയതുകൊണ്ടാണ് തോന്നുന്നു. once again നമുക്ക് സിൽവറിന്റെ ഒരു ചാർട്ട് നോക്കാം. സിൽവർ ഓപ്ഷൻ ചെയ്ത് നോക്കി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൽവറിന്റെ സിമ്പിൾ എവറിത്തിങ് നമുക്ക് എൻലാർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇനി നിങ്ങൾക്ക് അതിന്റെ ചെറുതായിട്ട് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്രീക്സ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ്റെ നിങ്ങൾക്ക് വേണ്ടത്, ഡെൽറ്റ വേണോ, ഗാമ വേണോ, തീറ്റ വേണോ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഗ്രീക്സിൽ ആഡ് ചെയ്യാം. എനിക്ക് ഡെൽറ്റ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെൽറ്റ ആഡ് ചെയ്യാം. ഗാമ ആഡ് ചെയ്യണമെന്നുള്ളൂ, തീറ്റ വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീറ്റ വാല്യൂ ആഡ് ചെയ്ത് സേവ് ചെയ്ത് കൊടുത്താൽ ആ വാല്യൂസ് ഇവിടെ നമുക്കിവിടെ ആഡ് ആകും. IB വാല്യൂ ഇവിടെ എന്താ ഡെൽറ്റ എത്രയാണ്,
കോൾ ഓപ്ഷൻ്റെ ഡെൽറ്റ എത്രയാണ്, തീറ്റ എത്രയാണെന്ന് അറിയാൻ പറ്റും. ഓരോ സ്ട്രൈക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ വാല്യൂ എത്രയാ, തീറ്റ വാല്യൂ എത്ര നമുക്ക് അറിയാൻ പറ്റും. ഗാമ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതേമാതിരി പുട്ട് സൈഡിലും അതേമാതിരി നമുക്ക് അറിയാൻ പറ്റും. സോ നമുക്ക് എന്നിട്ട് സ്ട്രൈക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇനി ക്രൂഡ് ഓയിൽ നോക്കൂ. ക്രൂഡ് നോക്കിക്കഴിഞ്ഞാൽ നോർമലി ഓയിലിനോടാണ് കൂടുതൽ ആൾക്കാർക്ക് കമ്പം കൂടുതൽ ട്രേഡ് തന്നെ വരുന്നത്. MCXൽ പോയിട്ട് ഓയിലിൻ്റെ ഇതിൻ്റെ സ്ട്രൈക്ക് എടുക്കുക. ഓയിൽ നമ്മളിപ്പോൾ ഓപ്ഷൻ ചെയ്ത് ഓയിൽ മിനിയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഓയിൽ മിനിയുടെ ഏതെങ്കിലും ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് സിംപ്ലി ക്ലിക്ക് ഓൺ ദാറ്റ് വൺ, ചാർട്ട് റെഡി. ഇതാ ഇവിടെ നിന്ന് നമുക്ക് ഓയിലിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ചാർട്ട് നോക്കിയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ചാർട്ടിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക്, ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ അറിയുന്നവർ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ചാർട്ടിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രേഡ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ എന്താ പറയുക കമ്മോഡിറ്റി എങ്ങനെ വർക്ക് ചെയ്യണം നമ്മൾ നോക്കി. ഒന്ന് നമ്മുടെ ധനിൻ്റെ ഹോം പേജിലൂടെ തന്നെ, അതായത് ധനിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ട്രേഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് എങ്കിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാം, ഓപ്ഷൻ ആണെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാം. ഓപ്ഷനിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ്, ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ്, വോളിയം ബേസ്ഡ്, ടോപ്പ് വാല്യൂ ബേസ്ഡ്, കൂടുതൽ തുകയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്ട്രൈക്സ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാം. ഇനി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെബ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. ഇല്ല ഇതേ ഇവിടെ നിന്ന് തന്നെ ഇനി നിങ്ങൾ ചാർട്ടിൽ പോയി ഓപ്പൺ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചാർട്ട് ഏതാണോ അതിൽ ഇവിടെ നിന്നിട്ട് തന്നെ നോക്കൂ. ക്രൂഡ് ഓയിൽ 17 നമ്പർ 5400 കോൾ ഓപ്ഷൻ, ഇതിന്റെ തന്നെ നിങ്ങൾക്ക് ചാർട്ടിലേക്ക് പോകണമെങ്കിൽ അതിൽ തന്നെ ട്രേഡിംഗ് വ്യൂവിന്റെ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ചാർട്ടിലേക്ക് തന്നെ പോകാനും സാധിക്കും. ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ശേഷം പിന്നെ വേറെ സ്ട്രൈക്സ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സാധിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നമുക്ക് കമ്മോഡിറ്റീസ്, എന്താണ് കമ്മോഡിറ്റീസ്, ഏതൊക്കെ തരം കമ്മോഡിറ്റീസ് ഉണ്ട്, കമ്മോഡിറ്റീസ് നമുക്ക് എങ്ങനെ വെബ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് കമ്മോഡിറ്റി സെഗ്മെന്റിലേക്ക് എങ്ങനെ കടക്കാം, അവിടെ നിന്ന് കമ്മോഡിറ്റീസിന്റെ ഫ്യൂച്ചേഴ്സ് നോക്കണമോ അല്ലെങ്കിൽ കമ്മോഡിറ്റീസിന്റെ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യണമോ എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫ്യൂച്ചേഴ്സിൽ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓപ്ഷൻസ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പഠിച്ചു. അതിൽ തന്നെ ചാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളവർ റിപ്പീറ്റഡ് ആയിട്ട് കാണുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.